CPM CPI തർക്കം വീണ്ടും ഉടലെടുക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. പ്രതിപക്ഷ ഉപനേതാവിനെ സംബന്ധിച്ച് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നടത്തിയ പരസ്യ പ്രസ്താവനയിൽ CPI കടുത്ത അതൃപ്തിയിലാണ്. വിഷയത്തിൽ വീണ്ടും കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ തേടാനാണ് CPI നീക്കം നടത്തുന്നത്. സഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കണം എന്നുള്ള ഒരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. രജിത് കുമാർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. രജിത്, നേരത്തെ PM ശ്രീയിലടക്കം കടുത്ത ഒരു ഭിന്നത CPM CPIയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ തെരഞ്ഞെടുപ്പ് വരുന്നു, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നു. അതിനൊക്കെ പിന്നാലെ ഇപ്പോൾ ഉപനേതൃ പദവി സംബന്ധിച്ചും ഒരു തർക്കം ഉടലെടുക്കുന്നു. തീരാതെ ആ തർക്കം LDF യോഗം വരെ നടക്കാൻ വൈകുന്ന സാഹചര്യത്തിലൊക്കെ പോയതാണ്. ഇപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. വിവരങ്ങൾ. പ്രതിപക്ഷ ഉപനേതാവ് പദവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ പിണറായി വിജയൻ നടത്തിയ ഒരു പ്രസ്താവനയാണ് വീണ്ടും പ്രശ്നങ്ങളിലേക്ക് അസംതൃപ്തിയിലേക്ക് അടക്കം എത്തിയിരിക്കുന്നത്. ഇതിൽ നിലവിൽ 3 മാസം പിന്നിട്ടിരിക്കുന്നു. CPI തങ്ങൾക്ക് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPM-നെ സമീപിക്കുകയും CPM എന്നാൽ ഈ പദവി വിട്ടു നൽകാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം തുടരുകയാണ്. പലപ്പോഴായി നേരത്തെ അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ LDF യോഗത്തിനടക്കം എത്താതെ ഇതിൽ പ്രതിഷേധവുമായി CPI രംഗത്തേക്ക് എത്തിയിരുന്നു. തുടർന്ന് LDF കൺവീനർ MN സ്മാരകത്തിലെടുത്ത് നടത്തിയ ചർച്ചയെ തുടർന്നാണ് LDF യോഗമടക്കം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 100 ദിവസം പിന്നിട്ടതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഇതുവരെയും LDF യോഗം ചേരാതെ 100 ദിവസം പിന്നിട്ടതിന് ശേഷമായിരുന്നു ഈ ചർച്ചകൾക്കൊടുവിൽ CPI LDF യോഗത്തിനായി എത്തിയത്. എന്നാൽ ആ യോഗത്തിലും ഇത് സംബന്ധിച്ച ഒരു ചർച്ചയും ഉണ്ടായില്ല. ഇക്കാര്യത്തിൽ ഒരു ഉഭയകക്ഷി ചർച്ച നടത്താമെന്ന തീരുമാനം നിലനിൽക്കെയാണ് ഇന്നലെ വീണ്ടും പിണറായി വിജയൻ ഇത് സംബന്ധിച്ച പ്രസ്താവന നടത്തിയത്. താൻ ഒരു പേരെഴുതി കൊടുത്താൽ മതി, സ്പീക്കർക്ക് ഒരു പേരെഴുതി കൊടുത്താൽ മതി, അത് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനമായി മാറുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ എഴുതി കൊടുക്കുന്ന പേര് CPI-യുടെ ആകുമോ CPM-ന്റെ ആകുമോ എന്ന ചോദ്യത്തിനായത് അദ്ദേഹം കൃത്യമായി പറഞ്ഞത് CPM നേതാവിന്റെ പേര് തന്നെ ആയിരിക്കുമെന്നാണ്. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. ഇന്നലെ CPI ഇതിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തേക്ക് എത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ പദവിക്ക് യോജിച്ച ഒരു നിലപാടല്ല അദ്ദേഹം സ്വീകരിച്ചത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ CPI കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. CPI-ക്കുള്ളിൽ തന്നെ നിയമസഭയിൽ പ്രത്യേകം ബ്ലോക്കായി ഇരിക്കണമെന്ന ഒരു അഭിപ്രായം കൂടി ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണയും ഇതേ രീതിയിലുള്ള അഭിപ്രായം നേതാക്കൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. എന്നാൽ അവയൊക്കെയും പിന്നെ ചർച്ചയുടെ ഒരു സാഹചര്യത്തിൽ മാറിപ്പോവുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഒപ്പം കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ, കഴിഞ്ഞ തവണയും ഇതേ വിഷയത്തിൽ ഒരു കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ അടക്കം ഉണ്ടായിരുന്നു. അത്തരത്തിൽ CPI-യുടെ ഭാഗത്തു നിന്നും CPM-ന്റെ ഭാഗത്തു നിന്നും ഉള്ള രീതിയിൽ കേന്ദ്ര നേതൃത്വങ്ങളുടെ ഒരു ഇടപെടൽ കൂടി അവർ പ്രതീക്ഷിക്കുകയാണ്. അത്തരം ഒരു ഇടപെടലും ഇതിനുണ്ടാകണം എന്ന ആവശ്യം കൂടി സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിലവിൽ തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം എന്ന കാര്യത്തിൽ CPI മുന്നോട്ട് പോവുകയാണ്. എന്നാൽ അത് വിട്ടു നൽകാൻ തയ്യാറല്ല എന്ന നിലപാടിൽ തന്നെയാണ് CPM എന്ന ഇന്നലത്തെ പിണറായി വിജയന്റെ പ്രസ്താവനയോടുകൂടി വ്യക്തമായിരിക്കുകയാണ്.